ഇന്ത്യയിലേക്ക് എത്തുന്ന യാത്രക്കാർക്കായി ഇന്ത്യൻ സിവിൽ ഏവിയേഷൻ അതോറിറ്റി പുതിയ പോർട്ടൽ ആരംഭിച്ചു. ഇനി മുതൽ ഇന്ത്യയിലേക്ക് എത്തുന്ന പ്രവാസികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർ അവരുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് സ്വയം സാക്ഷ്യപ്പെടുത്തുന്ന ഒരു അപേക്ഷ നിർബന്ധമായും പൂരിപ്പിച്ചു നൽകണം. എബോള രോഗം വ്യാപകമാകുന്നതിന് പിന്നാലെയാണ് ഈ പുതിയ നീക്കം. എയർ സുവിധ 2.0 എന്നാണ് ഇന്നലെ ആരംഭിച്ച പോർട്ടലിന്റെ പേര്. വിദേശത്തു നിന്നെത്തുന്ന യാത്രക്കാർ നിർബന്ധമായും ഈ പോർട്ടലിൽ കയറി അപേക്ഷ പൂരിപ്പിക്കണം. 21 ദിവസത്തെ യാത്രാ വിവരം, എബോള രോഗലക്ഷണങ്ങളുണ്ടോ തുടങ്ങിയ വിവരങ്ങൾ ഫോമിൽ ഉൾപ്പെടുത്തണം. ഇമിഗ്രേഷൻ ക്ലിയറൻസ് വൈകാതിരിക്കാൻ യാത്രയ്ക്ക് മുമ്പ് തന്നെ ഈ അപേക്ഷ പൂരിപ്പിച്ച് നൽകണം. ഇന്ത്യൻ ആരോഗ്യ മന്ത്രാലയവും സിവിൽ ഏവിയേഷൻ മന്ത്രാലയവും ഡൽഹി ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡും സംയുക്തമായി വികസിപ്പിച്ചെടുത്തതാണ് ഈ എയർ സുവിധ 2.0 പോർട്ടൽ. കോവിഡ് കാലത്ത് നടപ്പിലാക്കിയിരുന്നു. പിന്നീട് നിർത്തലാക്കിയ എയർ സുവിധ ആ പോർട്ടലാണ് കൂടുതൽ സുരക്ഷാ ഫീച്ചറുകളോടെ പരിഷ്കരിച്ചത് എയർ സുവിധ 2.0 ആക്കി മാറ്റിയിരിക്കുന്നത്. യാത്രക്കാർ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. ഇന്ത്യയിലേക്ക് തിരിക്കുന്നതിന് മുമ്പ് 24 മണിക്കൂർ മുമ്പ് മുതൽ പോർട്ടലിൽ അപേക്ഷ പൂരിപ്പിക്കാവുന്നതാണ്. വിമാനത്തിൽ കയറുന്നതിനും ചെക്ക് ഇൻ ചെയ്യുന്നതിനും മുമ്പ് കർശനമായും അപേക്ഷ സമർപ്പിച്ചിരിക്കണം. എയർ സുവിധയുടെ ഔദ്യോഗിക പോർട്ടലിൽ അപേക്ഷ ലഭിക്കും. ഓൺലൈനായി അപേക്ഷ പൂരിപ്പിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഡിജിറ്റൽ കോപ്പി ഫോണിൽ സൂക്ഷിക്കണം. ഇന്ത്യയിലെ വിമാനത്താവളങ്ങളിൽ എത്തുമ്പോൾ ഇന്റർനാഷണൽ ട്രാവൽ ഹെൽത്ത് ഡെസ്കിലോ ഇമിഗ്രേഷൻ കൗണ്ടറിലോ ഇത് കാണിച്ചാൽ മതിയാകും. വിമാനത്താവളങ്ങളിൽ ഇതിനായി പേപ്പർ ഫോമുകൾ പൂരിപ്പിക്കേണ്ടതില്ല. 2005 ഇന്റർനാഷണൽ ഹെൽത്ത് റെഗുലേഷൻസ് പ്രകാരം 2026 മെയ് 17 ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിലും ഉഗാണ്ടയിലും എബോള വൈറസ് രോഗം പൊട്ടിപ്പുറപ്പെട്ടതായി ലോകാരോഗ്യ സംഘടന, അതായത് WHO, പൊതുജനാരോഗ്യ അടിയന്തരാവസ്ഥയായി പ്രഖ്യാപിച്ചിരുന്നു. നിലവിലെ പൊട്ടിത്തെറി ബുണ്ടി ബുഗിയോ വൈറസ് രോഗം ആണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. കൂടാതെ ദക്ഷിണ സുഡാൻ ഉൾപ്പെടെ DRC, ഉഗാണ്ട എന്നിവയുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ വ്യാപനത്തിന് ഉയർന്ന അപകട സാധ്യതയുള്ളതായി വിലയിരുത്തിയിട്ടുണ്ട്. യാത്രക്കാരുടെ സുരക്ഷയ്ക്കും പൊതുജനാരോഗ്യത്തിനും വേണ്ടി എല്ലാ അന്താരാഷ്ട്ര യാത്രക്കാരും അവരുടെ സ്വയം പ്രഖ്യാപനം കൃത്യമായി മുൻകൂട്ടി പൂരിപ്പിക്കണം.